അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ 4 വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ട ജയലളിത നാളെ ബംഗളൂരു ഹൈക്കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകുക. എന്നാൽ നവമി ആഘോഷങ്ങൾ പ്രമാണിച്ച് കോടതി അവധിയായതിനാൽ ചൊവ്വാഴ്ച മാത്രമേ അപേക്ഷ പരിഗണിക്കുകയുള്ളൂവെന്ന് ജയലളിതയുടെ അഭിഭാഷകർ പറഞ്ഞു. AIADMKയുടെ പ്രമുഖ നേതാക്കൾ ഇന്ന് ബംഗളൂരു പരപ്പന അഗ്രഹാര ജയിലിലെത്തി ജയലളിതയെ കണ്ടു. ജയലളിതയുടെ മന്ത്രിസഭാംഗമായിരുന്ന ഒ പനീർശെൽവം, നാദം വിശ്വനാഥൻ, സെന്തിൽ ബാലാജി, ജയലളിതയുടെ മുഖ്യ ഉപദേഷ്ടാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ ഷീല ബാലകൃഷ്ണൻ എന്നിവരടങ്ങുന്ന സംഘമാണ് ജയലളിതയെ സന്ദർശിച്ചത്. സന്ദർശക മുറിയിലെ കൂടിക്കാഴ്ച 1 മണിക്കൂറിലധികം നീണ്ടു. AIADMKയുടെ ഏതാനും പ്രമുഖ നേതാക്കളും പിന്നീട് ജയയെ കണ്ടു. ജയലളിതയുടെ മോചനം ഉടൻ ഉണ്ടാകുമെന്നും ജയിലിനു പുറത്ത് മികച്ച ചികിത്സ ലഭ്യമാക്കണമെന്നും തിരുനെൽവേലി മേയർ ഇ ഭുവനേശ്വരി പറഞ്ഞു. She is the chief minister of a state of 7 crore people in integrated India. She should be allowed to given good medical facilities and should be informed to the public immediately. ജയലളിതയെ ശിക്ഷിച്ചതിനെ തുടർന്ന് വ്യാപകമായ അക്രമങ്ങളുണ്ടായ തമിഴ്നാട് ഇന്ന് പൊതുവെ ശാന്തമായിരുന്നു. വിരുദുനഗറിൽ സർക്കാർ ബസ് കത്തിച്ചതൊഴിച്ചാൽ മറ്റ് അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആദ്യ ദിവസത്തെ അക്രമ സംഭവങ്ങളുടെ പേരിൽ കരുണാനിധി അടക്കം DMK നേതാക്കൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 1.